മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭരണഘടനയുടെ 75-ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണഘടനയെ അപമാനിച്ച മന്ത്രി സജി ചെറിയാനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിന് വിധേയമാക്കണമെന്ന് അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ആവശ്യപ്പെട്ടു. മന്ത്രി സജി ചെറിയാനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിന് വിധേയമാക്കണമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ആവശ്യപ്പെട്ടു. ആ ഹർജിയുടെ കാര്യത്തിലാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രധാനമായ തീരുമാനമെടുത്തുകൊണ്ട് ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിന്റെ പ്രിയാമ്പിളിൽ എഴുതി ചേർന്നിരിക്കുന്ന മതേതരത്വം, സോഷ്യലിസ്റ്റ് എന്ന വാക്കുകൾ മാറ്റം വരുത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രധാനമായ വിധിമാണ്. അത് സോഷ്യലിസ്റ്റ് എന്ന വാക്കിനെ പറ്റി പറഞ്ഞത് അവസര സമത്വം, ക്ഷേമം ഉറപ്പാക്കാനുള്ള പ്രതിബദ്ധതയാണ് സോഷ്യലിസ്റ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമാണ്, അതുകൊണ്ട് ഇത് മാറ്റുവാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോഴാണ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി ശ്രീ സജി ചെറിയാൻ 2022 ജൂലൈ മാസത്തിൽ മല്ലപ്പള്ളിയിലെ ഒരു പ്രസംഗത്തിലൂടെ ഭരണഘടനയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തിയത്. ഭരണഘടന ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഒന്നാണ് ഭരണഘടനയെന്നും ജനാധിപത്യം, മതേതരത്വം എന്ന് പറയുന്നത് കുന്തം കുടച്ചക്രം എന്നതുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇതേപ്പറ്റി പ്രസംഗിച്ചത്. എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. സംസ്ഥാന മന്ത്രിസഭയിലെ, പിണറായി മന്ത്രിസഭയിലെ ഈ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇൻട്രോഗേഷന് വിധേയമാക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. മന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ച് അധികാരത്തിൽ കടിച്ചു തൂങ്ങുവാനുള്ള ന്യായീകരണമാണ് CPM സെക്രട്ടേറിയറ്റും മന്ത്രിയും ഇപ്പോൾ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഭരണഘടനയുടെ 75-ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോൺസൺ എബ്രഹാം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഒരിക്കലും ഹരിക്കുവാൻ കഴിയുന്ന ഒന്നാണ് ഇന്നലെ ഇന്ത്യൻ സുപ്രീം കോടതി അതിന്റെ വിധിയിലൂടെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഭരണമേഖലകളിൽ കോൺഗ്രസ് അധികാരത്തിലുള്ള കാലഘട്ടങ്ങളിൽ എല്ലാം ഇന്ത്യ ഒന്നായി കണ്ടുകൊണ്ട് ഇന്ത്യയിലെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽ പെട്ട ജനവിഭാഗങ്ങളെ എല്ലാം ഒന്നായി കണ്ടുകൊണ്ട് ഇന്ത്യയെ ഒന്നായി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയെ നയിച്ചിട്ടുള്ളപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ മതേതരത്വമാണ്. ആ മതേതരത്വത്തെ തുരങ്കം വെക്കുന്ന തരത്തില് ഇന്ന് മോദി ഗവൺമെന്റ് ജാതി അടിസ്ഥാനത്തില് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുവാൻ വെമ്പൽപ്പെടുന്ന തരത്തിലേക്ക് അവരുടെ ഭരണ സംവിധാനങ്ങൾ മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ 75-ാം ഭരണഘടനയുടെ വാർഷികം നമ്മളിവിടെ ആഘോഷിക്കപ്പെടുന്നത്. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR മുരളീധരൻ, ജനറൽ സെക്രട്ടറിമാരായ KN മോഹൻലാൽ, MK സുധീർ, UDF നിയോജക മണ്ഡലം ചെയർമാൻ K ഗോപൻ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ T കൃഷ്ണകുമാരി, വേണു പഞ്ചവടി, കുർത്തിക്കാട് രാജൻ, SY ഷാജഹാൻ, G ഗോപകുമാർ, K കേശവൻ, സജീവ് പ്രായിക്കര, സണ്ണി തടത്തിൽ, രാജു പുളിന്തറ, N മോഹൻദാസ്, ചിത്ര അമ്മാൾ, രമേശ് ഉപ്പാൻസ്, രാമചന്ദ്രക്കുറുപ്പ്, C അനിത വിജയൻ, ഉമാദേവി ഇടശ്ശേരിൽ, സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.